പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 3-ാം വാക്യം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പ്രീതി മക്കളെ നോക്കൂ, തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ജനങ്ങൾ. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന. ഹല്ലേലൂയ. നാം ഏത് വിഷയത്തിന്മധ്യത്തിലായിരിക്കുന്നോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നോക്കൂ, ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ഹല്ലേലൂയ. കാട്ടിൽ ആടിനെ മേയിച്ചു നടന്ന ദാവീദ് എങ്ങനെയാ യഹോവ ഭക്തനായി തീരുന്നത്? നോക്കൂ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പ് ഈ ദാവീദിന് എങ്ങനെയാണ് കിട്ടിയത്? പ്രിയമക്കളെ, നമുക്കും ഇതുപോലെ യഹോവ ഭക്തന്മാരായി തീരുവാൻ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയുവാൻ സാധിക്കുന്നുണ്ടോ? നോക്കൂ, ഹല്ലേലൂയ. തനിക്ക് അതായത് ഇഷ്ടമുള്ളവരെ, യഹോവ അപ്പച്ചനെ ഇഷ്ടമുള്ളവരെ വേർതിരിച്ചിരിക്കുക. നാം അപ്പനെ ഹല്ലേലൂയ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതുപോലെ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എൻ്റെ നിലവിളി കേൾക്കുമെന്ന് ഉറപ്പുണ്ടാകുവാൻ. ഹല്ലേലൂയ. നോക്കൂ, ഭക്തിയുള്ള ജീവിതം നയിച്ച് ആത്മാർത്ഥമായി യഹോവയുടെ നാമത്തിനായി തന്നെ ജീവിച്ച് മാതൃകയുള്ളവരായി നാം ആയിരിക്കണം. സദൃശവാക്യങ്ങൾ 15:29 പറയുന്നു, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. പ്രിയ മക്കളെ നോക്കൂ, നാം പ്രാർത്ഥനയിലും ദൈവിക കൽപ്പനകളിലും ഉറച്ചു നിൽക്കുന്നവരുമായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി നൽകി തരികയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നല്ല പ്രവൃത്തി ചെയ്ത് കർത്താവപ്പച്ചന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കണം. 14-ാം സങ്കീർത്തനം, അതായത് 145-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. നോക്കൂ പ്രിയ മക്കളെ, ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനായി എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ ആഗ്രഹത്തെ നിവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9:31 പറയുന്നുണ്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവഭക്തരായി ജീവിച്ച് കർത്താവിന്റെ സന്നിധി നമുക്കായിത്തീരാം. ഹല്ലേലൂയ. നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാകണം, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ട് എനിക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. നമ്മുടെ ഏത് പ്രശ്നങ്ങളും യേശുവിൽ കൂടി നാം കാണുമ്പോൾ അതൊന്നുമില്ല പ്രിയ മക്കളെ, ഇതിനെല്ലാം പരിഹാരം അപ്പച്ചൻ നമുക്ക് നൽകി തരുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേ. നോക്കൂ പ്രിയ മക്കളെ, പക്ഷെ ഏതൊരു പ്രശ്നവും യേശുവില്ലാതെ നാം കാണുകയാണെങ്കിൽ അത് നാം തന്നെ നേരിടേണ്ടി വരും. അതിന് പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നോക്കൂ പ്രിയ മക്കളെ, യോബ് പറയുക, എൻ്റെ അപ്പന് സകലവും കഴിയും. നമുക്കും പറയാൻ കഴിയണം, നമ്മുടെ കർത്താവപ്പച്ചന് സകലവും കഴിയും. ഹല്ലേലൂയ. എൻ്റെ അപ്പനൊന്നും അസാധ്യമല്ല. പ്രിയ മക്കളെ, നമുക്ക് അസാധ്യം, നമ്മുടെ അപ്പച്ചനെല്ലാം സാധ്യമാ. ഏത് പ്രതിസന്ധികളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കർത്താവപ്പച്ചന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സകലവും കഴിയുമെന്നും അപ്പച്ചന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും നമുക്ക് ഉറച്ച
ഉറച്ചു വിശ്വസിച്ച് ഈ ദിനങ്ങളിൽ നമ്മുടെ ചുവടുമുപ്പാം. നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൽ തന്നെ ഉറപ്പോടെ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ദൈവിക വിശ്വാസത്തിൽ നാം എപ്പോഴും ആരോഗ്യമുള്ളവരാകണം. ഹല്ലേലൂയ. നാം ക്ഷീണിതരാകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുന്നവരാകണം. നമ്മുടെ ഭയമെല്ലാം മാറ്റി ദൈവത്തിൽ വിശ്വസിക്കണം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. നോക്കൂ, യേശുവിലുള്ള ആ സ്നേഹം നമ്മിൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ടാണല്ലോ പ്രിയ മക്കളെ, ഹല്ലേലൂയ, അതിരാവിലെ തന്നെ മറിയ യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നത്. നോക്കൂ, മറിയയ്ക്ക് യേശുവിനോടുള്ള ആ സ്നേഹം അത്രയ്ക്ക് വലിയതായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ വേർതിരിച്ചിരിക്കുന്നവരെ ദൈവം സ്വന്തം നിക്ഷേപമായി കരുതുന്നു. യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം നമുക്ക് സംരക്ഷണം തരുന്നു. നമ്മെ പരിപാലിക്കുന്ന അപ്പന. ഹല്ലേലൂയ. പലവിധമായ അഗ്നിശോധനയിൽ കൂടി കടന്നുപോയ, ഹല്ലേലൂയ, നോക്കൂ, എബ്രായ ബാലന്മാരെ നാം ഒന്ന് നോക്കണം. ഹല്ലേലൂയ. ദൈവം അവിടെ ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. നോക്കൂ, സിംഹക്കുഴിയിലിട്ടതായ ദാനിയേലിനെ ദൈവം രക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെയെല്ലാം ദൈവം രക്ഷിച്ചതുപോലെ നമ്മയും അപ്പൻ രക്ഷിക്കും. ഹല്ലേലൂയ. നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പൻ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പൊട്ടക്കിണറ്റിലിട്ടതായ യോസഫിനെ കയറ്റുവാൻ ദൈവം ചെന്നുവെങ്കിൽ നോക്കൂ പ്രിയ മക്കളെ, നാം കടന്നു പോകുന്നതായ ഏത് പ്രശ്നങ്ങളുടെ മധ്യേയും കർത്താപ്പച്ചൻ കടന്നു വരും. ഹല്ലേലൂയ. എവിടെ, എങ്ങനെ, എന്തെല്ലാം ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ അപ്പന് നമ്മെ കുറിച്ചൊരു വിചാരമുണ്ട്. ഹല്ലേലൂയ. യോസഫിനെ നോക്കൂ, മിസ്രൈം ദേശത്തിന് അധികാരിയാക്കിയിട്ടതുപോലെ, ഹല്ലേലൂയ, നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ അപ്പനറിയാം. മനുഷ്യനല്ല നമ്മെ നോക്കുന്നത്, ദൈവമാണ് നമ്മെ നോക്കുന്നത്. നാം ദൈവമുഖത്തേക്ക് തന്നെ നോക്കി നമ്മുടെ ചുവടുകൾ വെക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവം നമ്മെ ഉയർത്തും, നമ്മെ മാനിക്കും, നമ്മെ കൈവിടാതെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഏത് സമയം കൂടെ ഇരിക്കുന്ന ഒരേ ഒരുവൻ മാത്രം നമ്മുടെ കർത്താവപ്പച്ചൻ മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായി എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയ മക്കളെ, നമ്മുടെ കണ്ണുകൾ സഹായം വരുന്ന യേശുവിലേക്ക് ഉയർത്തണം. ഹല്ലേലൂയ. മനുഷ്യരുടെ ആശ്രയം വെറും വ്യർത്ഥമാണ് പ്രിയ മക്കളെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. ഹല്ലേലൂയ. നമ്മൾക്ക് ഇവിടെ നിന്ന്, ഹല്ലേലൂയ, പലരും നമ്മോട് കൂടെ ഇരിക്കും. പല സാഹചര്യങ്ങൾ നമ്മളെ തള്ളിക്കളയും. നമ്മളെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ, ഹല്ലേലൂയ, ദിവസം തോറും, ദിനം തോറും, നിമിഷം തോറും പിടിക്കുകയാണെങ്കിൽ നമ്മെ കൈവിടാതെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ഹല്ലേലൂയ, ഏത് കാരാഗ്രഹമാണോ, പൊട്ടക്കിണറാണോ, ഹല്ലേലൂയ, തീയുടെ അനുഭവമാണോ, എന്ത് കടന്നു വന്നാലും, ഹല്ലേലൂയ, നമ്മെ സഹായിക്കുന്ന അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവിന്റെ അടുക്കൽ മാത്രമാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നോക്കൂ, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പൻ, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അപ്പ ഇന്ന് ഹല്ലേലൂയ, വചനം കേൾക്കുന്ന ഓരോ മക്കളും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുള്ള എന്റെ കർത്താവപ്പച്ചൻ മാത്രമേ അറിയുന്നേ. അപ്പൊ മനുഷ്യർ പലരും കർത്താവെ നോക്കുമ്പോൾ ചിരിച്ചൊക്കെ കാണിക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ, ഹല്ലേലൂയ, വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളെ അപ്പൻ മാത്രമാ മനസ്സിലാക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവപ്പച്ച സഹായിക്കണമേ. അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ എന്റെ ദൈവം തുറന്നു കൊടുക്കണേ അപ്പ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിവിൻ. ഞങ്ങൾ വിളിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചനുണ്ടെന്നുള്ള ഉറപ്പ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ഉള്ളിൽ പകർന്നു തരണമേ. ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ഗോഡ് ബ്ലസ് യു ഓൾ. മിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.